വെനിസ്വേല ഗ്വാരിക്കോ. മാർക്കോസ് കൊറിയ എന്ന ആൺകുട്ടി വിച്ഛിന്നമായ പാതയിലൂടെ വേഗത്തിൽ സൈക്കിൾ ചവിട്ടുകയായിരുന്നു. അവിടെ തെരുവ് വിളക്കുകളോ മറ്റു മനുഷ്യരോ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൻ ഒരു വിസിൽ ശബ്ദം കേട്ടു. അവൻ്റെ മുത്തശ്ശൻ പണ്ട് പറഞ്ഞ ഒരു കാര്യം അവന് ഓർമ്മ വന്നു. വിസിൽ ശബ്ദം വളരെ അടുത്താണെങ്കിൽ അവൻ നിങ്ങളിൽ നിന്ന് ദൂരെയാണ്. എന്നാൽ ശബ്ദം ദൂരെ നിന്നാണ് കേൾക്കുന്നതെങ്കിൽ അവൻ നിന്റെ തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. മാർക്കോസ് കേട്ട വിസിൽ ശബ്ദം പതുക്കെ കുറഞ്ഞു വന്നു. അതിനർത്ഥം അവൻ അടുത്തെത്തിയെന്നാണ്. ഭയന്ന മാർക്കോസ് വേഗത്തിൽ സൈക്കിൾ ഓടിച്ചു. പെട്ടെന്ന് സൈക്കിൾ ഒരു കുഴിയിൽ വീണ് മാർക്കോസ് താഴെ വീണു. ചുറ്റുമുള്ള എല്ലാ ശബ്ദങ്ങളും നിലച്ചു. ഭയാനകമായ ഒരു നിശബ്ദത അവിടെ നിറഞ്ഞു. അവൻ്റെ മുന്നിൽ എല്ലും തോലുമായ വളരെ ഉയരമുള്ള ഒരു മനുഷ്യരൂപം പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ തോളിൽ ഒരു വലിയ ചാക്കുണ്ടായിരുന്നു. അതിനുള്ളിൽ നിന്ന് എല്ലുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. എൽസിബോൺ മോശം ആളുകളെയും മദ്യപാനികളെയും മാത്രമേ ഉപദ്രവിക്കൂ എന്ന് മാർക്കോസ് കേട്ടിട്ടുണ്ടായിരുന്നു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന വിശ്വാസത്തിൽ അവൻ കണ്ണടച്ചു. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ രൂപം അപ്രത്യക്ഷമായിരുന്നു. ആരാണ് ഈ എൽസിബോൺ? ഈ രൂപത്തെ എൽസിബോൺ അഥവാ വിസ്ലർ എന്നാണ് വിളിക്കുന്നത്. ഇത് തെക്കേ അമേരിക്കയിലെ വിശാലമായ പുൽമേടുകളിൽ ഇയാളെ കണ്ടതായി അനേകം കഥകളുണ്ട്. ഇയാൾ മരിച്ചവരുടെ എല്ലുകൾ ഒരു ചാക്കിൽ ചുമന്നാണ് നടക്കുന്നത്. ഈ രൂപം വരുന്നതിന് മുമ്പ് എപ്പോഴും ഒരു പ്രത്യേക വിസിൽ ശബ്ദം കേൾക്കാം. ശാപത്തിൻ്റെ കഥ. വെനസ്വേലയിലെ വിശാലമായ പുൽമേടുകൾ നിറഞ്ഞ ലാനോസ് ഗ്രാമം. അവിടെ മാന്യരായ ദമ്പതികൾക്ക് ജനിച്ച ഏക മകനായിരുന്നു അവൻ. ചെറുപ്പം മുതലേ അവൻ എന്തിനും വാശിയുള്ളവനായിരുന്നു. മാതാപിതാക്കൾ അവനെ അമിതമായി ലാളിച്ചു വളർത്തി. അവൻ ആവശ്യപ്പെടുന്നത് എന്തും അവർ നൽകി. പ്രായം കൂടുന്തോറും അവൻ്റെ സ്വഭാവം വഷളായി. അവൻ ഒരു മദ്യപാനിയും അക്രമസക്തനുമായി മാറി. അവൻ്റെ വിശപ്പും ദേഷ്യവും ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ലായിരുന്നു. ഒരിക്കൽ തൻ്റെ ഭക്ഷണത്തിൽ ചെറിയൊരു കുറവ് കണ്ടപ്പോൾ അവൻ തൻ്റെ പിതാവിനെ പരസ്യമായി അപമാനിച്ചു. അപ്പോഴും ആ പിതാവ് വിചാരിച്ചു, മകനല്ലേ, അവൻ വളരുമ്പോൾ മാറിക്കോളുമെന്ന്. പക്ഷേ അന്ത്യം ഭീകരമായിരുന്നു. ആ ഭീകരമായ അത്താഴം. ഒരു മഴയുള്ള വൈകുന്നേരം മകൻ ആവശ്യപ്പെട്ടു, എനിക്കിന്ന് വേട്ടയാടിയ മൃഗത്തിൻ്റെ പച്ച കരളും മാംസവും വേണം. മകനെ സന്തോഷിപ്പിക്കാൻ ആ പിതാവ് തോക്കെടുത്ത് കാട്ടിലേക്ക് പോയി. മണിക്കൂറോളം അദ്ദേഹം കാട്ടിൽ അലഞ്ഞു. പക്ഷെ അന്ന് ഒരു മൃഗത്തെ പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല. സമയം കടന്നുപോയി. വിശപ്പ് സഹിക്കാൻ വയ്യാതെ മകൻ കാട്ടിലേക്ക് ഇറങ്ങി. വഴിയിൽ വെച്ച് വെറും കൈയോടെ മടങ്ങുന്ന അച്ഛനെ അവൻ കണ്ടു. മാംസം എവിടെ? അവൻ അലറി. മകനെ, കാട്ടിലെന്ന് ഒന്നിനെയും കിട്ടില്ല. നമുക്ക് വീട്ടിൽ പോയി മറ്റെന്തെങ്കിലും കഴിക്കാം, പിതാവ് ശാന്തനായി പറഞ്ഞു. നിയന്ത്രണം നഷ്ടപ്പെട്ട മകൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വേട്ടയാടാൻ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് സ്വന്തം പിതാവിനെ കുത്തിക്കൊന്നു. അത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷം അവൻ പിതാവിൻ്റെ ശരീരം കീറി മുറിച്ച് മാംസവും കരളും ഒരു തുണിയിൽ പൊതിഞ്ഞ് അവൻ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ അവൻ അമ്മയോട് പറഞ്ഞു, ഇതാ കാട്ടുമൃഗത്തിൻ്റെ മാംസം, ഇത് വേഗം പാകം ചെയ്യൂ. അമ്മ അത് വേവിക്കാൻ വെച്ചു. എന്നാൽ മണിക്കൂറോളം കഴിഞ്ഞിട്ടും ആ മാംസം വേവുന്നില്ല, അതിൻ്റെ നിറം മാറുന്നില്ല. സംശയം തോന്നിയ അമ്മ മകനോട് ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടി? നിന്റെ അച്ഛൻ എവിടെയാ? സത്യം അറിഞ്ഞ അമ്മ അലറി കരഞ്ഞുകൊണ്ട് ഗ്രാമവാസികളെ വിളിച്ചു. മകൻ തൻ്റെ പിതാവിൻ്റെ അസ്ഥികൾ ഒരു ചാക്കിലാക്കി കാട്ടിലേക്ക് ഓടിപ്പോയി. പക്ഷെ അവന് അധിക ദൂരം ഓടാനായില്ല. അവൻ്റെ മുത്തച്ഛനും ഗ്രാമവാസികളും അവനെ പിടികൂടി. മുത്തച്ഛൻ അവനെ ഒരു മരത്തിൽ കെട്ടിയിട്ടു. നീ ചെയ്തത് മാപ്പറിക്കാത്ത കുറ്റമാണ്, മുത്തച്ഛൻ പറഞ്ഞു. അദ്ദേഹം ഒരു ചാട്ടവാറെടുത്ത് മകൻ്റെ പുറത്ത് ആഞ്ഞടിച്ചു. ഓരോ അടിക്കുമ്പോഴും അവൻ്റെ തൊലി ഉരിഞ്ഞു പോന്നു. മുറിവുകളിൽ മുത്തച്ഛൻ ഉപ്പും മുളകും തേച്ച് പിടിപ്പിച്ചു. അവസാനം മുത്തച്ഛൻ തൻ്റെ വേട്ട നായകളെ, പ്രത്യേകിച്ച് തുരേക്കോ എന്ന പേരുള്ള നായയെ അവൻ്റെ നേർക്ക് തുറന്നു വിട്ടു. നായകൾ അവനെ കടിച്ചു കീറാൻ തുടങ്ങി. മരിക്കാൻ പോകുന്ന നിമിഷം മുത്തച്ഛൻ അവനെ ശപിച്ചു, നീ നിന്റെ അച്ഛൻ്റെ അസ്ഥികളും ചുമന്ന് ഈ പാപഭാരവും പേര് ലോകാവസാനം വരെ അലഞ്ഞു തിരിയട്ടെ. മരണം കഴിഞ്ഞുള്ള ജീവിതം. വർഷങ്ങൾ കഴിഞ്ഞു. ആ ഗ്രാമത്തിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഉയരമുള്ള എല്ലും തോലുമായ ഒരു രൂപം
തോളിൽ ഒരു ഭാണ്ഡവുമായി രാത്രികളിൽ പ്രത്യക്ഷപ്പെട്ടു. ഭാണ്ഡത്തിനുള്ളിൽ നിന്ന് അസ്ഥികൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കാം. അവൻ്റെ വരവിനെ സൂചിപ്പിക്കുന്നത് ആ ചൂളമടിയാണ്. അവൻ ഓരോ വീടിൻ്റെയും മുന്നിലിരുന്ന് തൻ്റെ ചാക്കിലെ അസ്ഥികൾ പുറത്തെടുത്ത് എണ്ണും. നിങ്ങൾ അത് കേൾക്കുകയും ഉണരുകയും ചെയ്താൽ അവൻ ശാന്തനായി പോകും. എന്നാൽ നിങ്ങൾ ഉറക്കത്തിലാണെങ്കിൽ അടുത്ത ദിവസം നിങ്ങളുടെ വീട്ടിലെ ഒരാൾ മരിക്കും. ഇന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ രാത്രി വൈകി മദ്യപിച്ചു വരുന്ന പുരുഷന്മാരെ ലക്ഷ്യം വെച്ച് എൽസിബോൺ വരാറുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കഥകൾ ഇനിയും കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.